പണ്ടത്തെ കൃഷിക്കാരൊക്കെ ചെയ്ത് നോക്കിയാൽ അറിയാം, ഒരു കൃഷി വിളവെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഏതാനും മാസങ്ങളിൽ ഒരു വർഷമൊക്കെ തരിച്ചിടും. ഈ തരിച്ചിടുന്നതിനുള്ളിൽ അവർ പലതരത്തിലുള്ള തൊഴിലുള്ള ചെടികളൊക്കെ വളർത്തിയിട്ട് അത് തന്നെ ചേർത്ത് പൂട്ടും കണ്ടു. അപ്പം മണ്ണിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ട പോഷകങ്ങൾ അത് തിരികെ കൊടുക്കാൻ അത് സഹായിക്കുമായിരുന്നു. ചെടികൾ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അതിനകത്ത് മണ്ണിലുള്ള പോഷകം മുഴുവൻ ചെടി വലിച്ചെടുക്കും. വീണ്ടും നമ്മൾ അടുത്ത കൃഷി ഇറക്കുന്ന സമയത്ത് ചെടിക്ക് വലിച്ചെടുക്കാൻ പോഷകങ്ങൾ അവിടെ ഉണ്ടാവണ്ടേ, ഉണ്ടെങ്കിലല്ലേ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഏതുപോലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ബാങ്കിൽ പോയിട്ട് സ്ഥിരമായിട്ട് ATM കാർഡ് ഇട്ട് പൈസ എടുത്തോണ്ടേയിരിക്കും. പക്ഷെ ഒരു ദിവസം സ്ലിപ്പ് മാത്രമായിട്ട് വരൂലേ, അതെപ്പോഴായിരിക്കും? അക്കൗണ്ടിൽ പൈസ കഴിയുമ്പോഴായിരിക്കും. ഇതുപോലെ മണ്ണിൽ നിന്ന് അവിടെയുള്ള ജൈവ വസ്തുക്കളെല്ലാം ചെടികൾ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ മണ്ണ് എംപ്റ്റി ആവും, അതിലത് പോഷകങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് സ്വാഭാവികമായിട്ടും വിളവ് കുറയാൻ തുടങ്ങും. അങ്ങനെ വിളവ് കുറയാതിരിക്കാൻ നമ്മൾ കണ്ടെത്തിയ സൂത്രമാണെന്ത്? കുറച്ച് കെമിക്കൽസ് ചേർത്ത് കൊടുക്കുക. അപ്പൊ ചെടിയൊക്കെ നന്നായിട്ട് വളരും. ചെടി വളരുന്നുണ്ടാവും, പക്ഷെ ചെടിക്ക് ആവശ്യമായ സ്വാഭാവിക പോഷകങ്ങൾ കിട്ടാത്തതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ കുറവും ചെടിക്കുണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങളാണ് രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകുന്നത്? ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം, കാരണം വിളവ് കൂടും. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും രാസവളങ്ങൾ ചേർക്കുമ്പോൾ മണ്ണിന്റെ ഘടന മാറും. മണ്ണിനകത്ത് നിറയെ സൂക്ഷ്മജീവികളുണ്ട്. നമ്മുടെയൊക്കെ ആമാശയത്തിൽ അല്ലെങ്കിൽ ചെറുകുടലിൽ ജീവിക്കുന്ന നമ്മളെന്താ പറയാ, പ്രോബയോട്ടിക്സ് എന്നൊക്കെ പറയുന്നില്ലേ, സൂക്ഷ്മജീവികൾ, ബാക്ടീരിയാസ്. ഇതേപോലെ മണ്ണിനകത്തും നിറയെ സൂക്ഷ്മജീവികളുണ്ട്. ജീവാണു എന്നൊക്കെ പറയുന്ന സാധനം ഇഷ്ടം പറയും. ഇവയാണ് മണ്ണിനകത്തുള്ള ജൈവ ഘടകങ്ങളെ വിഘടിപ്പിച്ച് സൂക്ഷ്മ വസ്തുക്കളാക്കി മാറ്റി ചെടികളുടെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാക്കി ഒരുക്കി കൊടുക്കുക. പക്ഷെ നമ്മൾ രാസവളങ്ങൾ അത്തരത്തിലുള്ള കെമിക്കൽ ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മണ്ണിനകത്തുള്ള ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികൾ ചത്തൊടുങ്ങും. അപ്പൊ അതിന്റെ ഫലമായിട്ട് മണ്ണിൽ എന്തെങ്കിലും പോഷകങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ പൂർണ്ണമായിട്ടും വലിച്ചെടുക്കാൻ ചെടിക്ക് കഴിയാതെ വരും. നമ്മുടെ ആമാശയത്തിൽ പ്രോബയോട്ടിക്സ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ദഹനം നടക്കാത്തതല്ലേ ഭക്ഷണത്തിലെ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാതെ പോകുന്നത്, ഇതേപോലെ മണ്ണിനകത്തുള്ള പോഷകങ്ങളെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാതെ. ഫലത്തിൽ എന്താണോ മണ്ണിലുള്ളത് പോലും ചെടിയിലേക്ക് എത്തില്ല. ഒന്ന് വിളവ് കുറയും, മറ്റൊന്ന് ചെടിയുടെ പ്രതിരോധശേഷി കുറയും. അപ്പൊ അങ്ങനെ ചെടിക്ക് സ്വാഭാവികമായി കിട്ടേണ്ട പോഷകങ്ങൾ കിട്ടാതെ ചെടിയുടെ പ്രതിരോധശേഷി കുറയുമ്പോൾ അവയെ കീടങ്ങൾ ആക്രമിക്കാൻ തുടങ്ങും, ഫംഗസ് ആക്രമിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു? അതിന് പ്രതിവിധിയായിട്ട് ചെടിയെ വിഷത്തിൽ കുളിപ്പിക്കാൻ തുടങ്ങും. മാരകമായ എന്തൊക്കെ മാലത്തിയോൺ, പിന്നെ എൻഡോസൾഫാൻ, ഇത്തരത്തിലുള്ള മാരകമായ വിഷം തളിച്ചു കൊടുക്കും ചെടികൾ. അപ്പൊ കീടങ്ങൾ നശിക്കും. കീടങ്ങൾ നശിക്കുന്നതോടൊപ്പം എന്ത് സംഭവിക്കും? ഈ ചെടികളിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളിലും ധാന്യങ്ങളിലും ഇലകളിലും ഒക്കെ തന്നെ വിഷാംശങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിനെ കത്തിയെത്തുന്നതോ നമ്മുടെ ആരോഗ്യം തരും. മാത്രമല്ല ഈ കെമിക്കൽ എല്ലാം ഓരോ ഡ്രോപ്പായിട്ട് മണ്ണിലേക്ക് ഉറ്റി വിടും. മണ്ണിൽ ഈ കെമിക്കൽ എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷ്മജീവികളും മണ്ണിര പോലെ, തവള പോലെ ഈ കൃഷിയുടെ എക്കോസിസ്റ്റം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെയിൻ ഉണ്ട് കൃഷിയെ മൊത്തം പരിപോഷിപ്പിക്കാനായിട്ട്. അതിൽ ഓരോ സൂക്ഷ്മജീവികൾക്കും, ഓരോ പ്രാണികൾക്കും, പൂമ്പാറ്റകൾക്കും, തവളകൾക്കും, മണ്ണിലേക്കൊക്കെ അത് വലിയൊരു പങ്കുണ്ട്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കെമിക്കലുകളും കീടനാശിനികളും ഒക്കെ തളിക്കുമ്പോൾ ഫലത്തിൽ അവ ചത്തൊടുങ്ങാണ്. പിന്നെ എത്ര പാടത്ത് നമ്മുടെ പച്ചത്തവളയുണ്ട്, പേക്കറോം മഴക്കാലത്ത് ആ ശബ്ദത്തിൽ കരയുന്ന പച്ചത്തവള എത്രമാത്രമുണ്ട്. മണ്ണിരകൾ ഏതൊക്കെ പറമ്പിൽ നിന്ന് അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ ചെറു പ്രാണികളും മണ്ണിരകളും തവളകളൊക്കെ നശിച്ചു പോകുമ്പോൾ ചെടിയുടെ ആ സ്വാഭാവികത നിലനിർത്താൻ വേണ്ട, അല്ലെങ്കിൽ ആ കൃഷിഭൂമിയുടെ സ്വാഭാവികത നിലനിർത്താൻ വേണ്ട സ്വാഭാവികമായ അന്തരീക്ഷമാണ് തകിടം പറയുന്നത്. നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറയും. അതാകെ തകിടം പറയും. ഇത് മൊത്തത്തിലുള്ള കൃഷിയുടെ വളർച്ച, അതിന്റെ പോഷകാംശം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അത് ബാധിക്കുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നത്തെ കൃഷിക്കാരനെ സംബന്ധിച്ചോളം കൃഷി വളരെ വളരെ ബുദ്ധിമുട്ടിയാണെന്ന് ഇവർ കൃഷി ചെയ്യുന്നത് തന്നെ. വിളവിന് കൃത്യമായ വില കിട്ടുന്നില്ല. മറ്റൊന്ന്, കാലാവസ്ഥയുടെ വ്യതിയാനം പോലും പലപ്പോഴും അവരുടെ കൃഷി നഷ്ടത്തിലാകും, വെള്ളം കിട്ടാതാകും. ഈ സീസണിലാണ് വരൾച്ച വരും. ഇതുപോലെ പല പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലടിച്ചുകൊണ്ടാണ് അവർ കൃഷി ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ വിള കിട്ടുകയും വേണം, ചെലവ് കുറയും വേണം. അപ്പം സ്വാഭാവികമായിട്ടും രാസവളങ്ങളെ ആശ്രയിച്ചേ പറ്റുള്ളൂ, കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ രാസവളങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് സ്വാഭാവിക രീതിയിൽ കൂടുതൽ ഈൽഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് നമ്മളൊരു കൃഷിക്കാരനോട് അത് പറഞ്ഞാൽ അവരത് ഉൾക്കൊള്ളില്ല. കാരണം പേടിയായി, വിളവ് കിട്ടിയില്ലെങ്കിലും ലാഭം കിട്ടിയില്ലെങ്കിലും. അപ്പൊ അവിടെയാണ് നമ്മളെ സംബന്ധിച്ചോളം വെസ്റ്റീജ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ
വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് റേഞ്ച് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. നമ്മുടെ ജൈവ രീതിയിലേക്ക് നമ്മൾ കൃഷി മാറ്റുമ്പം ഒരു തരത്തിലും നമ്മൾ ഈൽഡ് കുറയാതെ മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്താൻ സഹായിച്ചുകൊണ്ട് അതിന്റെ എല്ലാ തരത്തിലുള്ള സൂക്ഷ്മജീവികളെയും വളരാൻ അനുവദിച്ചുകൊണ്ട് മണ്ണിന്റെ ഘടന പഴയപടി ആക്കാൻ സഹായിച്ചുകൊണ്ട് പഴയ കാലത്തുള്ള ഒരു കൃഷി രീതിയിലേക്ക് കൊണ്ടുപോകാനും അതോടൊപ്പം ഈൽഡ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് റേഞ്ച് ആണ് വെസ്റ്റീജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നുള്ള പറയുന്ന അഡ്ജുവൻ ടെക്നോളജി എന്ന ടെക്നോളജി പറയുന്നത് വളരെ കുറച്ച് കൃഷിഭൂമിയിൽ വളരെ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാനും അത് പോഷക സമ്പുഷ്ടമാക്കാനും സഹായിക്കുന്ന ഒരു വളരെ വലിയൊരു ടെക്നോളജി ഓസ്ട്രേലിയ, ഇസ്രായേൽ ഇതുപോലുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ്. ആ ടെക്നോളജി ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു 6-7ഓളം പ്രോഡക്റ്റ് വെസ്റ്റീജ് ഹൈ റിസൾട്ട് ഉണ്ടാക്കുന്ന ഇക്കോ ഫ്രണ്ട്ലി ആയ പ്രോഡക്റ്റ്, യാതൊരു തരത്തിലുള്ള ടോക്സിൻസോ പ്രകൃതിക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഒന്നും തന്നെ ദോഷം വരുത്താത്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വെസ്റ്റീജ് ഡെവലപ്പ് ചെയ്യുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം, നമ്മുടെ കൃഷിയെ അത് ഏത് തരത്തിൽ സ്വാധീനിക്കും, ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റീപ്പ് വെൽ വിത്ത് വെസ്റ്റീജ് അഗ്രി പ്രോഡക്റ്റ്. വെസ്റ്റീജിന്റെ അഗ്രി പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നന്നായി വിളവെടുക്കുക. ഇതിൽ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് റേഞ്ച് ആണുള്ളത് നോക്കാം. പ്രധാനമായിട്ടും 3 കാറ്റഗറി പ്രോഡക്റ്റ് ആണ് വെസ്റ്റീജ് നമുക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ചെടിയുടെ സംരക്ഷണം, അതായത് ഫംഗസിൽ നിന്നും ചെടിയെ പ്രൊട്ടക്ട് ചെയ്യാം. നമുക്ക് കീടനാശിനികളൊന്നും തൽക്കാലം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഫംഗസ്, പൂപ്പൽ ബാധ, മണ്ണിനകത്തുണ്ടാവുന്ന സിന്തറ്റിക് കെമിക്കൽസ് അല്ല, പ്രകൃതിക്കോ മനുഷ്യനോ ദോഷം ചെയ്യുന്നതല്ല, തികച്ചും നാച്ചുറൽ ആണ്. പിന്നെ അഗ്രി ബയോ ഫംഗിസൈഡ് ഒരു കാറ്റഗറി പ്രൊഡക്റ്റ്. അടുത്തത് ചെടിക്ക് വേണ്ട പോഷകങ്ങളാണ്. നമ്മൾ ജൈവവളം ചേർക്കുമ്പോഴും രാസവളം ചേർക്കുമ്പോഴും അതിന്റെ ഒക്കെ ഉദ്ദേശം ചെടിക്ക് ആവശ്യമായ പോഷകങ്ങൾ, സൂക്ഷ്മ പോഷകങ്ങളും അതല്ലാത്ത നമ്മള് പോഷകങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ മൈക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ. ഇതേപോലെ ചെടിക്ക് ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജൈവവളങ്ങളും രാസവളങ്ങളും ചേർക്കുന്നത്. അത് കുറെ കൂടി ടെക്നോളജി ഓറിയന്റഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആണ് അഗ്രി ഹ്യൂമിക്, അഗ്രി മോസ്, അഗ്രി നാനോ, അഗ്രി ഗോൾഡ്. ഇത് ഓരോന്നും എന്താന്നുള്ള വിശദമായിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. പിന്നെ അടുത്തൊരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആക്ടിവേറ്റർ ആണ്. നമ്മളെ കൃഷിയെ സുഗമമാക്കുക. ഇറിഗേഷൻ നടത്തുന്ന ഇറിഗേഷൻ പ്രോപ്പറായി നടക്കുക. കീടനാശിനി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. വളം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വളം ശരിയായ രീതിയിൽ ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം ഇതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. വളത്തിനെ ആക്ടിവേറ്റ് ചെയ്യുക, കീടനാശിനിയെ ആക്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇറിഗേഷനെ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പം ആക്ടിവേറ്റർ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആണ് അഗ്രി 82. പോഷകങ്ങൾക്ക് വേണ്ടി അഗ്രി ന്യൂട്രീഷൻ, അഗ്രി ഹ്യൂമിക്, അഗ്രി മോസ്, അഗ്രി നാനോ, അഗ്രി ഗോൾഡ്. ചെടികളെ ഫംഗസ് ബാധയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ അഗ്രി ബയോ ഫംഗിസൈഡ്. ഇങ്ങനെ 6 പ്രോഡക്റ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അതിലെന്താണ് അഗ്രി 80? ഇതിന്റെ പർപ്പസ് എന്താണ്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. അഗ്രി 82 പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ഒരു ആക്ടിവേറ്റർ ആണ്. സ്പ്രെഡർ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോ വെള്ളം തളിക്കാറുണ്ട്, കീടനാശിനി തളിക്കാറുണ്ട്, പിന്നെ എന്താ പറയാ ഫോളിയർ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ വളങ്ങൾ തളിക്കാറുണ്ട്. ഇങ്ങനെ തളിക്കൽ പർപ്പസിനൊക്കെ അതിന്റെ കൂടെ ഒരു അഡ്ജുവന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് അഗ്രി 82. സ്പ്രെഡറിന് ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ സ്പ്രേ വളരെ നല്ല ഫൈൻ ആവുന്നുണ്ടാവാം, സ്പ്രേ നോസിൽ ഒരിക്കലും പോകാവാതെ ക്ലീൻ ആക്കി സൂക്ഷിക്കുന്നുണ്ടാവാം. ഇത് പ്രധാനമായിട്ട് ഈ പ്രോഡക്റ്റ് ചെയ്യുന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു രാസവളമോ കീടനാശിനിയോ അല്ലെങ്കിൽ മറ്റെന്തോ കെമിക്കൽ, തികച്ചും ഓർഗാനിക് ആണിത്. ഇത് ശരിക്കും ചെയ്യുന്ന ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനൊരു പ്രോപ്പർട്ടി. നമ്മൾ വെള്ളം ഒരു സർഫസിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു ബബിൾ ആയിട്ടാണ് നിൽക്കുക. ഒരു ഗ്ലാസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഗ്ലാസ് ഫുൾ ആണെങ്കിൽ അത് പുറം ഭാഗത്ത് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. ഗ്ലാസ് ഫുൾ അല്ലെങ്കിൽ അത് താഴോട്ട് കോൺകേവ് ആയിട്ട് ബൾജ് നിൽക്കുന്നുണ്ടോ അല്ലെ, ഉൾവലിഞ്ഞ് നിൽക്കുന്നുണ്ടോ. ഇത്തരത്തിലാണ് എപ്പോഴും വെള്ളം നിൽക്കുക. അതേസമയത്ത് നമ്മൾ പെട്രോളോ മണ്ണെണ്ണയോ ഡീസലോ അതുപോലുള്ള വേറെ എന്തെങ്കിലും ലിക്വിഡ് നമ്മൾ സർഫസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പരക്കുന്നതാണ്, സ്പ്രെഡ് ആവുന്ന കാണാം. ഇനി നിങ്ങൾ വെളിയിലെ ചേമ്പിലൊക്കെ തന്നെ വെള്ളത്തുള്ളികൾ വീണ് കഴിഞ്ഞാൽ അത് ബോൾ രൂപത്തിൽ നിൽക്കുന്നത് അല്ലേ. അത് ഈ സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അത് ബോൾ രൂപത്തിലായി മാറും. അടുത്തുള്ളി വീഴുന്ന സമയത്ത് ബോൾ ആകൃതിയിലാണ്. അതിന്റെ കാരണം ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ട് ആ വെള്ളത്തെ മൊത്തം അത് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു കവചം സൃഷ്ടിക്കും.
അപ്പൊ ഈ ഒരു സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ബ്രേക്ക് ചെയ്യലാണ് അഗ്രി ഏറ്റിറ്റ്യൂഡിന്റെ ജോലി. സർഫസ് ടെൻഷൻ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? നമുക്കറിയാം, വളങ്ങളാണെങ്കിലും കീടനാശിനിയാണെങ്കിലും ഫംഗിസൈഡ് ആണെങ്കിലും എല്ലാം അത് വെള്ളത്തിൽ ലയിച്ചാൽ മാത്രമേ ചെടിക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റൂ. കീടനാശിനി സ്പ്രേ ആവണമെങ്കിൽ വെള്ളത്തിൽ ശരിക്കും ലയിക്കണം. വെള്ളം ശരിക്ക് വേരുകൾക്ക് വലിച്ചെടുക്കണമെങ്കിൽ വെള്ളത്തിൽ ലയിക്കണം. നമ്മൾ ഇറിഗേഷന് വേണ്ടി ഒഴിക്കുന്ന വെള്ളം ശരിക്കും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങണമെങ്കിൽ വെള്ളത്തിന്റെ കട്ടി കുറയണം. ഇതെല്ലാം വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പൊ ആ വെള്ളത്തിന്റെ ഈ പ്രോപ്പർട്ടിയാണ് ഇതിൽ തടസ്സമായി നിൽക്കുന്നത്. നമ്മൾ മണ്ണിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറെ നേരം വെള്ളം അങ്ങനെ തളം കെട്ടി നിൽക്കും, കുറച്ച് വേപ്പറായിട്ട് പോകും. നമ്മൾ ആ മണ്ണ് കുഴിച്ചു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതാനും അരയടി അല്ലെങ്കിൽ ഒക്കെ താഴ്ചയിലേക്ക് ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അതിന്റെ കാരണം ഈ സർഫസ് ടെൻഷനാണ്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയെ ബ്രേക്ക് ചെയ്യാണ് അഗ്രി ഏറ്റിറ്റ്യൂഡ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നത്. അതോടൊപ്പം മണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പം ആക്ടിവേറ്റർ ഞാൻ പറഞ്ഞു, കീടനാശിനിയുടെ, രാസവളങ്ങളുടെ അല്ലെങ്കിൽ ജൈവവളങ്ങളുടെ, വെള്ളത്തിന്റെ ഒക്കെ യൂസേജ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. വെറ്റർ, നനവ് നിലനിർത്താൻ, മണ്ണിന്റെ നനവ് നിലനിർത്താൻ, മാക്സിമം ഡെപ്തിലേക്ക് വെള്ളം ഇറങ്ങിച്ചെല്ലാനും ആ വെള്ളത്തെ കൂടുതൽ നേരം മണ്ണിൽ പിടിച്ചു നിർത്താനും സഹായിക്കും. അതിനാണ് വെറ്റർ എന്ന് പറയുന്നത്. ആ ഒരു പർപ്പസിന് ഹോമോജനേനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന മിശ്രിതത്തിന്റെ കൂടെ ഇത് ചേർക്കാൻ പറ്റും, അതിന്റെ സ്പ്രെഡബിലിറ്റി കൂട്ടാനായിട്ട്. പിന്നെ പി എച്ച് ബാലൻസ് നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്, മണ്ണിന്റെ ക്ഷാര ഗുണം കൂടുതലാണ് അല്ലെങ്കിൽ അമ്ല ഗുണം കൂടുതലാണ്, അസിഡിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ ആൽക്കലിറ്റി കൂടുതലാണ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അതിനെ ന്യൂട്രൽ പറയുമ്പോൾ 7 പി എച്ച് വാല്യൂ. 7 കൂടിക്കഴിഞ്ഞാൽ 7 മുതൽ 14 വരെ അത് ആൽക്കലിൻ സ്വഭാവമാണ്. 7 താഴോട്ട് പോയാൽ അത് അസിഡിക് നേച്ചറാണ്. കൂടുതൽ അസിഡിക് ആവുമ്പോൾ മണ്ണിന് ദോഷമാണ്, കൂടുതൽ ആൽക്കലൈൻ ആവുമ്പോൾ ദോഷമാണ്. ന്യൂട്രൽ ആയിരിക്കണം, ശരിയായിരിക്കണം. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് രാസവളങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മണ്ണ് എന്ത് ചെയ്യും? അതിന്റെ അസിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ചില ടൈപ്പ് വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആൽക്കലിനിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് നോർമലൈസ് ചെയ്യാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ചുണ്ണാമ്പോ അല്ലെങ്കിൽ ചാരം അതല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർക്കുക ചെയ്യാം. അത് കൃത്യമായിട്ട് മണ്ണിന്റെ പ്രോപ്പർട്ടി കൃഷിഭവനിൽ പോയി ചെക്ക് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് ഒരു അഡ്വൈസറുടെ സഹായത്തോടുകൂടി ചെയ്യാം. നമ്മുടെ നാട്ടിൻപുറത്തുള്ള കൃഷിക്കാരൊന്നും ശരിയായ രീതിയിൽ ഫോളോ ചെയ്യാറൊന്നുമില്ല. ഇത് നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും നോർമലി മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ സഹായിക്കും അഗ്രി ഏറ്റിറ്റ്യൂഡ്. ഇപ്പൊ ക്ലിയർ ആയോ? സ്പ്രെഡറായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ പ്രധാനമായിട്ട് ഇപ്പൊ വേനൽക്കാലം വരൾച്ചയുടെ കാലമാണ്. പല സ്ഥലങ്ങളിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവില്ല. ഇപ്പൊ പച്ചക്കറികൾക്കാണെങ്കിലും വാഴ പോലുള്ള ചെടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡെയിലി നനയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഡെയിലി നനയ്ക്കേണ്ടി വരുന്ന ഒരു സ്ഥലത്ത് പക്ഷെ അതിനാവശ്യമായ വെള്ളമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു തവണ, മാസത്തിൽ ഒരു തവണ ആ നനയ്ക്കേണ്ട സ്ഥലം, 1 ഏക്കറാണെങ്കിൽ 1 ഏക്കർ, അല്ലെങ്കിൽ 2 ഏക്കറാണെങ്കിൽ 2 ഏക്കർ, അല്ല ചെടിയുടെ ചുറ്റുമുള്ള സ്ഥലം മാത്രം എന്ത് ചെയ്യുക? നമ്മളൊന്ന് അഗ്രി ഏറ്റിറ്റ്യൂഡ് മിക്സ് ചെയ്തിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് 1 ഏക്കർ ഭൂമിക്കാണെങ്കിൽ നമ്മൾ പറയുന്നത് 80 ലിറ്റർ വെള്ളത്തിൽ 160 മില്ലി അഗ്രി ഏറ്റിറ്റ്യൂഡ് മിക്സ് ചെയ്തിട്ട് മാസത്തിൽ ഒരു തവണ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട്, ഞാൻ ഇന്നാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ഇന്ന് പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല, നാളെ മുതൽ ഞാൻ നനച്ചു തുടങ്ങും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഡെയിലി നനയ്ക്കേണ്ടി വരില്ല. ഒരുപക്ഷെ 1-2 ദിവസം അല്ലെ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നനയ്ക്കേണ്ടി വരുള്ളൂ. കാരണം മണ്ണിൽ ആ ഈർപ്പം നിലനിൽക്കും. അപ്പൊ ഒരുപാട് ലേബർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, വെള്ളം സേവ് ചെയ്യാൻ പറ്റും, പൈസ ലാഭിക്കാൻ പറ്റും. അപ്പൊ അതാണ് വെറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആക്ടിവേറ്റർ, കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു കൃഷി കാലയളവെടുക്കുക വെച്ചാൽ ചിലപ്പോൾ ഒരു വിളവിന് തന്നെ 4-5 തവണ കീടനാശിനികളോ അല്ലെങ്കിൽ ഫംഗിസൈഡ്സോ ഒക്കെ കഴിക്കേണ്ടി വരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്താണല്ലോ നമ്മൾ ചേർക്കുന്നത്. അപ്പൊ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കാരണം ഇത് ചെടികളിൽ ഡ്രോപ്പ് ആയിട്ടാണ് പതിയുക. അപ്പം മൊത്തം കവറേജ് കിട്ടില്ല. അപ്പൊ കീടനാശിനി പതിയാത്ത സ്ഥലങ്ങളിൽ കീടങ്ങൾ വീണ്ടും പോയി ആക്രമിക്കും. അപ്പൊ അത് മുഴുവൻ സ്പ്രെഡ് ആയതാണെങ്കിലോ കീടം ആക്രമിക്കില്ല. അപ്പൊ അഗ്രി ഏറ്റിറ്റ്യൂഡ് ചേർക്കുമ്പോൾ അഡ്വാൻറ്റേജ് കീടനാശിനി ആയിക്കോട്ടെ, ഫംഗിസൈഡ് ആയിക്കോട്ടെ, അപ്പൊ ആ ഇലയിൽ മുഴുവൻ ശരിയായ രീതിയിൽ നമുക്ക് പരക്കും. അപ്പൊ കീടത്തിനെ ആക്രമിക്കാൻ വേറെ സ്ഥലങ്ങളൊന്നും ബാക്കിയുണ്ടാവും. മാത്രമല്ല മണ്ണിലേക്ക് ഉറ്റി വീഴുന്ന കീടനാശിനിയുടെ അളവ് കുറയും. അപ്പൊ മണ്ണിനും ദോഷം ഉണ്ടാവില്ല. വളരെ കുറച്ച് കീടനാശിനി അത് മാക്സിമം എഫക്റ്റീവ് ആവും. 2-3 തവണ തളിക്കുന്നതിന് പകരം ചിലപ്പോൾ 1 തവണ തളിച്ചാൽ 1-2 തവണ തളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിന്റെ പീരിയഡ്സും കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് സ്പ്രെഡറിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജസ്.
ആക്ടിവേറ്റർ വളത്തിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ നമ്മള് രാസവളങ്ങളായിക്കോട്ടെ ജൈവവളങ്ങളായിക്കോട്ടെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മൾ അഗ്രി 82 മിക്സ് ചെയ്താൽ ആ വളത്തിനെ വലിച്ചെടുക്കാനുള്ള ചെടിയുടെ ശേഷി കൂടും. അപ്പൊ പൂർണ്ണമായിട്ടും ചെടി ആ വളം വലിച്ചിടും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജൈവവളമാണെങ്കിൽ എത്ര ഇട്ടാലും കുഴപ്പമില്ല, അത് ഇത്തിരി കൂടുതലായിട്ട് ചെടി കഴിച്ചാലും ചെടിക്ക് ഓവർഡോസ് ആവില്ല. ഏതുപോലെ നാച്ചുറൽ ഫുഡ് നമ്മൾ സ്വാഭാവികമായിട്ട് അധികം കഴിച്ചാലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം സിന്തറ്റിക് ആയ സംഗതികളാണെങ്കിലും ഇത്തിരി കൂടുതൽ കഴിച്ചാൽ വിവരം അറിയും. രാസവളങ്ങൾ ചെടിക്ക് നമ്മളിപ്പോ ഒരു ഏക്കറിന് നിങ്ങൾ 50 കിലോ വളമാണ് സാധാരണഗതിയിൽ. അഗ്രി 82 നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ 1/3 വളം കുറച്ചിട്ടേ ഇടാവൂ. കാരണം സാധാരണഗതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ 50 കിലോ ഒരേക്കറിൽ ഇട്ടാലാണ് ചെടിക്ക് അത്യാവശ്യം വളമൊക്കെ ഉണ്ടാവുന്നത്. 50 കിലോ ഇട്ടാൽ ചെടി വലിച്ചെടുക്കുക ഒരു 30-35 കിലോ ആയിരിക്കും. ബാക്കിയൊക്കെ മണ്ണിൽ ഒഴുകിയിട്ട് മറ്റൊരു വേസ്റ്റ് ആയി പോവുകയും ചെയ്യും. പക്ഷെ അഗ്രി 82 ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ വെള്ളം ശരിയായ രീതിയിൽ ഡൈല്യൂട്ട് ആവുമ്പോൾ വെള്ളത്തിനകത്തേക്ക് വളം ശരിയായ രീതിയിൽ മിക്സ് ആവുന്നതുകൊണ്ട് ചെടിക്ക് പൂർണ്ണമായിട്ട് അത് വലിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം കൊടുക്കാൻ പറ്റും. അപ്പം 1/3 വളം സേവ് ചെയ്യാം, സേവിങ്സ് അവിടെ ഉണ്ട്. അത് കൂടാതെ ചെടി നന്നായിട്ട് വളരും. 50 കിലോ ഇട്ടാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം. അപ്പൊ പതുക്കെ പതുക്കെ ജൈവ കൃഷിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം പടിപടിയായിട്ട് രാസവളത്തിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാനുള്ള സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ഉപയോഗിക്കാനാണ് നമുക്ക് ഒരു വളം വേറെ ആവശ്യമില്ല, ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. എന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് അത് മാത്രം മതി എന്ന് നിർബന്ധം പിടിക്കാത്തത്. നമ്മൾ അത്തരത്തില് ഈ വയനാട്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇമ്മീഡിയറ്റ് അവരായിട്ട് ഇന്ററാക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോ ഒരു വേറെ കൃത്രിമ വളങ്ങളും ഇല്ലാതെ അഗ്രി 82 അഗ്രി പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇനി pH ബാലൻസ്, മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനൊക്കെ അഗ്രി 82. ഇതൊക്കെയാണ് അഗ്രി 82 കൊണ്ടുള്ള പ്രയോജനങ്ങൾ. പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായോ? ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. വെള്ളം നന്നായി സ്പ്രേ ചെയ്യാൻ, അതിൽ ഇറിഗേഷൻ പർപ്പസിനും കീടനാശിനി തളിക്കാനും പോളിയർ ആപ്ലിക്കേഷനും വളം തളിക്കാനും നമുക്ക് എക്സലന്റ് ആയിട്ടുള്ള മാധ്യമമായിട്ട് അഗ്രി 82 ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വളത്തിന്റെ കീടനാശിനിയുടെ പെർഫോമൻസ് മാക്സിമൈസർ ആയിട്ട്, അതായത് ആക്ടിവേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. മണ്ണിന്റെ കൂടുതൽ ആഴത്തിലേക്ക് വെള്ളം ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കും. പിന്നെ ഒരുമിച്ച് ചേർക്കാവുന്ന കോമ്പൗണ്ട്സിന്റെ കൂടെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കും. P1ന്റെ pH ബാലൻസ് അത്രയേറെ ബെനിഫിറ്റ് തരുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് അഗ്രി 82. 100% ഓർഗാനിക് ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡോസേജ് നോക്കാം. ഇൻസെക്ടിസൈഡ്, കീടനാശിനിയുടെ കൂടെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ 15 ലിറ്റർ കീടനാശിനി മിശ്രിതം. വെള്ളത്തിൽ കീടനാശിനി മിക്സ് ചെയ്ത് നമ്മളൊരു പ്രഷർ ടാങ്കിലാണ് അത് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള 15 ലിറ്റർ സൊല്യൂഷന് 5 മില്ലിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അഗ്രി 82 മിക്സ് ചെയ്യേണ്ടത്. അത് ഹെർബിസൈഡ് എന്ന് പറഞ്ഞാൽ കളനാശിനിയുടെ കൂടെ ആണെങ്കിൽ ഇതേപോലെ 15 ലിറ്റർ കളനാശിനി സൊല്യൂഷന്റെ കൂടെ 15 മില്ലിയാണ് അഗ്രി 82 ആഡ് ചെയ്യുന്നത്. ഇറിഗേഷൻ, നനയ്ക്കലിന്, അതായത് മണ്ണിനെ നനയ്ക്കുന്ന ജലസേചനത്തിന്റെ പർപ്പസിനാണെങ്കിൽ ഒരു ഏക്കറിന് 160 മില്ലിയാണ് പറയുന്നത്. സാധാരണ രീതിയിൽ പറയുമ്പോൾ ഒരു ഏക്കറിൽ നമ്മൾ സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ 80 ലിറ്റർ വെള്ളമാണ് വേണ്ടി വരുന്നത്. അപ്പൊ 1 ലിറ്ററിന് 2 മില്ലി എന്ന് കണക്കാക്കുമ്പോൾ 80 ലിറ്ററിന് 2 മില്ലി വെച്ച് 160 മില്ലിയാണ് ഒരു ഏക്കറിൽ നമുക്ക് അഗ്രി 82 ആവശ്യമായി വരുന്നത്. ഇത് മാസത്തിൽ ഒരിക്കലേ ചെയ്യേണ്ടുള്ളൂ. ഈ മാസം തുടക്കത്തിൽ ഞാൻ ചെയ്തു, പിന്നെ അടുത്ത മാസം ചെയ്യുന്ന വീണ്ടും അങ്ങനെ ചെയ്തു കൊടുക്കുക ഇറിഗേഷൻ പർപ്പസിന്. മറ്റേത് ഫെർട്ടിലൈസേഴ്സിന്റെ കൂടെ ഉപയോഗിക്കണം. അത് നിങ്ങൾക്ക് ഗ്രാനുവൽ രൂപത്തിലുള്ള ഫെർട്ടിലൈസേഴ്സിന്റെ കൂടെയും ലിക്വിഡ് തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സിന്റെ കൂടെയും ഇത് ഉപയോഗിക്കാവുന്നതാണ്. 1 കിലോ വളത്തിന് 2 മുതൽ 3 മില്ലി അഗ്രി 82 ചേർക്കണം. അത് ലിക്വിഡ് ഫോമിലാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് അതിനകത്തേക്ക് ചേർക്കാൻ പറ്റും. ഗ്രാനുവൽ രൂപത്തിൽ അല്ലെങ്കിൽ പൊടി വളമൊക്കെയാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ 50 കിലോ വളമാണെങ്കിൽ അതിൽ മിക്സ് ചെയ്യാനായിട്ട് 2-3 ചട്ടി മണലോ മണ്ണോ അല്ലെങ്കിൽ അറക്കപ്പൊടി കൊടുക്കുക, അല്ലെങ്കിൽ ചകിരിച്ചോറ് എടുക്കുക. അത് നനയാൻ പാകത്തിന് വെള്ളം കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് നിങ്ങൾ 50 കിലോ വളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 15 കിലോ മാറ്റിയിട്ട് വേണമല്ലോ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ 1/3 ഒഴിവാക്കണമെന്ന്. 35 കിലോ വളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ചേർക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ് ഒരു 5 കിലോ ഉണ്ടെന്ന് വെച്ചു. അപ്പൊ ടോട്ടൽ 40 കിലോ. 1 കിലോയ്ക്ക് 3 മില്ലി എന്ന് പറഞ്ഞാൽ 120 മില്ലി അഗ്രി 82 കൊടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് അത് മിക്സ് ചെയ്യുക.
എന്നിട്ട് ആ വെള്ളം മണ്ണിൽ തളിച്ച് പുട്ട് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കും. ഒരുപാട് കുഴകുഴാമാവരുത്, എന്നാലല്ലാതെ ആ ഈർപ്പുണ്ടാകും. എന്നിട്ട് ആ മിശ്രിതം നമ്മൾ വളത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂണിഫോം ആയിട്ട് കലരും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവസ്ഥ വരുന്നു. എന്നിട്ട് അത് നമ്മൾ വെതറി കൊടുത്താൽ മതി. നെൽപ്പാടത്തൊക്കെ ആണെങ്കിൽ വെള്ളത്തിന്റെ അംശമുള്ളതാണ് അത് ശരിയായ രീതിയിൽ എല്ലായിടത്തും സ്പ്രെഡ് ആയി പോകും. ഓക്കെ, അപ്പം കീടനാശിനിയുടെ കൂടെ 15 ലിറ്റർ സൊല്യൂഷന് 5 ml, കളനാശിനിയുടെ കൂടെ 15 ലിറ്ററിന് 15 മില്ലി, നനയ്ക്കാനുള്ള പർപ്പസിന് 1 ഏക്കറിന് 160 മില്ലി മാസത്തിലൊരിക്കൽ, വളത്തിന്റെ കൂടെ 1 കിലോഗ്രാം വളത്തിന് 2 മുതൽ 3 മില്ലി. അത് എപ്പോഴൊക്കെ നിങ്ങൾ വളം ചേർക്കുന്നോ അപ്പോഴൊക്കെ ചേർത്ത് കൊടുക്കാം. ജൈവവളത്തിന്റെ കൂടെയാണെങ്കിലും ചേർക്കാം, രാസവളത്തിന്റെ കൂടെയാണെങ്കിലും ചേർക്കാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി മനസ്സിലാക്കുന്നു. എന്തെങ്കിലും സംബന്ധിച്ച് ഡൗട്ട്സിന്റെ മെസ്സേജ് കൊടുക്കാൻ മതി കേട്ടോ. ഇനി അടുത്ത പ്രൊഡക്റ്റ് ആണ് അഗ്രി ഹ്യൂമിക്. അഗ്രി ഹ്യൂമിക്, ഹ്യൂമിക് ആസിഡ്, പെൽവിക് ആസിഡ്, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടും. ഇത് എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വൈക്കോൽ അതുപോലെ ജൈവ വസ്തുക്കളൊക്കെ തന്നെ അഴുകാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും അഴുകി 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 അവസാനം എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചാണകം ആദ്യം വളരെ സ്മെല്ലായിരിക്കും, നമ്മൾ കുറച്ച് ഉണങ്ങാൻ ഇട്ടു, അപ്പോഴും സ്മെൽ അത്യാവശ്യം കുറയും. പിന്നെ കുറെ കഴിഞ്ഞ അവസാനം ആ ചാണകം പൊടിയാവുന്ന ഒരു അവസ്ഥയും അല്ലെ. ഇതേ രീതിയിൽ ഈ ജൈവ വസ്തുക്കളെ അഴുകി 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 ഒരു സെർട്ടൺ എക്സ്റ്റെന്റിൽ എത്തുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഡെറിവേറ്റ് ചെയ്ത് വരുന്ന സബ്സ്റ്റൻസ് ആണ് അഗ്രി ഹ്യൂമിക്. ഇത് ചെടിക്ക് കൃഷിക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ്. നോക്കുക, കണ്ടെയ്ൻസ് നാച്ചുറലി അവൈലബിൾ സബ്സ്റ്റൻസസ്, ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ് ഇൻ ട്രേസ് എമൗണ്ട്സ്. ചെടിക്ക് വളം വലിച്ച് പ്രധാനമായിട്ട് ഇത് ചെയ്യുന്ന ന്യൂട്രിയൻസും മിനറൽസും ഉണ്ട്. അതായത് വൈറ്റമിൻസും മിനറൽസും പോഷകങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്, മൂലകങ്ങൾക്ക്. പക്ഷെ അത് വളരെ ട്രേസ് ആയിട്ടുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് മണ്ണിനകത്തുള്ള പോഷകങ്ങളെ ചെടിക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ചെടിയുടെ വെളുത്ത വേരുകളുടെ എക്സ്പാൻഷൻ കൂട്ടുക, മണ്ണിൽ നിന്ന് പോഷകങ്ങൾ എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ സഹായിക്കുക, മണ്ണിനെ സോഫ്റ്റ് ആക്കുക, മണ്ണിൽ ഓക്സിജന്റെ കണ്ടന്റ് കൂട്ടുക, ഇതൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതോടൊപ്പം സൂക്ഷ്മ ജീവികളുടെ വളർച്ചയെ ത്വരിതപ്പെടും, സൂക്ഷ്മാണുക്കളെ വളർച്ചയെ ത്വരിതപ്പെടും. അപ്പൊ മൊത്തത്തിൽ ചെടിക്ക് വളം വലിച്ചെടുക്കാനുള്ള, വേരുകൾ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കും. അതോടൊപ്പം മണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യും. ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ഫോർ ഓൾ റൗണ്ട് ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ്. ചെടിയുടെ പൊതുവായിട്ടുള്ള വളർച്ചയെ ഇത് സഹായിക്കും. സോയിൽ ടെക്സ്ചർ, മണ്ണിന്റെ ഘടന ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഒരു യൂണിഫോം നേച്ചറിൽ മണ്ണിനകത്തുള്ള ജൈവ വസ്തുക്കളെ ക്രോഡീകരിക്കാനും അലൈൻ ചെയ്യാനും ഇത് സഹായിക്കും. പിന്നെ മൈക്രോബിയൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മണ്ണിനകത്തുള്ള സൂക്ഷ്മ ജീവികളുടെ ആ ലെയർ കാത്തു സൂക്ഷിക്കാൻ സഹായിക്കും. ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ മിനുസം, അതിന്റെ സൈസ് ഒക്കെ കൂട്ടാൻ സഹായിക്കും. മാത്രമല്ല പോസ്റ്റ് ഹാർവെസ്റ്റ് പീരീഡ് എന്ന് പറയും. നമ്മളൊരു വിളവെടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടിപ്പോവാതെ കുറച്ചുനാൾ അത് ഫ്രഷ് ആയിട്ട് കാത്തു സൂക്ഷിക്കാൻ കൂടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അഗ്രി ഹ്യൂമിക്. ഇതിന്റെ യൂസേജ് നോക്കാം. സീഡ് ട്രീറ്റ്മെന്റ്, ചെടിയുടെ വിത്തിനെ ട്രീറ്റ് ചെയ്യണം. അപ്പം വിത്ത് ഫംഗസ് പിടിച്ചു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ പ്രാണികൾ തിന്നു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ആ വിത്ത് ശരിയായ രീതിയിൽ വളരാനൊക്കെ നമ്മൾ വിത്ത് ട്രീറ്റ് ചെയ്യും വിതയ്ക്കുന്നതിന് മുന്നേ. അങ്ങനെ വിത്ത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽ നമ്മളിവിടെ ഇല്ല, അതായത് അണുനാശിനി ഇതിനകത്തില്ല. അത് നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കാവുന്നതാണ്. അതല്ലാതെ തന്നെ ചെടി ആ വിത്തിന് പ്രതിരോധ ശേഷി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ 1 കിലോഗ്രാം വിത്തിന് 5 മുതൽ 10 മില്ലിയാണ് അഗ്രി ഹ്യൂമിക് ഉപയോഗിക്കുന്നത്. 1 കിലോഗ്രാം വിത്ത് നനയാൻ ആവശ്യമായ വെള്ളം എടുക്കുക, അതിനകത്തേക്ക് 5 മുതൽ 10 മില്ലി അഗ്രി ഹ്യൂമിക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഏതാനും മിനിറ്റുകൾ, ഒരു ഹാഫ് ആൻ അവർ, അത് കൃഷിക്കാരെ നിങ്ങൾക്ക് അറിയാലോ കൃത്യമായിട്ട് ഓരോ വിത്തിനും വ്യത്യസ്ത സമയമായിരിക്കും. അത് നിങ്ങൾ ചെയ്യുന്ന സാധാരണ പ്രാക്ടീസ് അനുസരിച്ച് അത്രയും സമയം നമുക്ക് കൊടുത്തു വെക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, എന്നാണോ നിങ്ങൾ കൊടുത്തു വെച്ചാൽ അതേ ദിവസം തന്നെ വിതയ്ക്കണം, പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കണം. അപ്പൊ സീഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ 5 മുതൽ 10 ml ആണ് ഉപയോഗിക്കേണ്ടത് 1 കിലോഗ്രാമിന്. അത് 5 കിലോഗ്രാം ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കും. റൂട്ട് ട്രീറ്റ്മെന്റ്, ഇപ്പൊ പറിച്ചു നടുന്ന ചെടികളുണ്ടാവും. ഇപ്പൊ ഞാറ് പറിച്ചു നടും, ചീര വിത്തൊക്കെ നമ്മൾ മുളപ്പിച്ച ശേഷമാണ് പിന്നീട് പറിച്ചു നടുക. ഇത്തരത്തിൽ പറിച്ചു നടുന്ന ചെടികള് നമ്മൾ മണ്ണിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ആകെ വിഹലമാകുന്ന പറയാം. നമ്മളൊക്കെ പേടിക്കുന്നത് ഒരു ജീവനുള്ള വസ്തുവല്ലേ.
സംസാരിക്കാൻ പറ്റുന്നില്ല, ചലിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും, പക്ഷെ അതിന് ജീവനുണ്ട്. അതിന്റെ ഓരോ ഇല പിഴുതെടുക്കുമ്പോഴും അതിന് നോവുന്നുണ്ട്, അത് പേടിച്ച് പറയ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മളിത് പറിച്ചെടുക്കുന്ന സമയത്ത് അതാകെ സ്ട്രെസ്ഫുൾ ആവും. മാത്രമല്ല കുറെ വേരുകൾ നഷ്ടപ്പെടും. ഇതേ രീതിയിൽ നമ്മൾ നട്ടു കഴിഞ്ഞാൽ പലപ്പോഴും പല ചെടികളും ഉണങ്ങിപ്പോവും. അതല്ലെങ്കിൽ അതിന്റെ വളർച്ച മുരടിച്ചു പോകും. ആര് പേടിച്ചരണ്ടു പോകാന്നൊക്കെ പറയുന്നു കുട്ടികളെ കൊണ്ടൊക്കെ. അതുപോലെ ഈ ചെടി മുരടിച്ചു ശരിയായ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകും. അതിനാണ് നമ്മൾ റൂട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ വേരുകളെ ഫംഗസ് അറ്റാക്ക് ചെയ്യാതിരിക്കുക. റൂട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 2 മുതൽ 4 മില്ലി അഗ്രി ഹ്യൂമിക് ചേർത്തിട്ട് ഒരു ട്രേക്കകത്ത് വെക്കുക. ഈ പറിച്ച ചെടികളൊക്കെ അതിനകത്തൊന്ന് മുക്കി വെക്കുക, ഏതാനും മിനിറ്റ് മാറ്റി വെക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും തോന്നും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെടിക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവും. മിക്കവാറും അത് ഉണങ്ങിപ്പോകാനുള്ള സാധ്യത കുറവാണ്. നല്ല രീതിയിൽ പ്രതിരോധത്തോടെ വളരുന്നുണ്ടാവാം. നല്ല രീതിയിൽ അതിനകത്ത് ശിഖരങ്ങൾ, നെല്ലൊക്കെ ആണെങ്കിൽ ശിഖരങ്ങൾ പെട്ടെന്ന് ഒരു നെൽമണിയിൽ നിന്ന് കൂടുതൽ ശിഖരങ്ങൾ വരും. പിന്നെ സോയിൽ അപ്ലിക്കേഷൻ, മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്തും. ഞാൻ പറഞ്ഞു മണ്ണിനെ സോഫ്റ്റ് ആക്കും. പ്രധാനമായിട്ട് അത് ചേർക്കേണ്ട മണ്ണ് പൂട്ടുന്ന, നമ്മള് പാടം പൂട്ടുന്ന സമയത്ത്, അത് പറയുന്നത് പൂട്ടുന്നതിന്റെ ഒരു 3-4 ദിവസം മുമ്പ് ഇത് നമ്മൾ മണ്ണിൽ സ്പ്രേ ചേർക്കും. അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണെങ്കിൽ ആ ടാങ്കിൽ മിക്സ് ചെയ്ത് ആ പാടം മുഴുവൻ നനച്ചിടും. അത് പറയുന്നത് 1 ഏക്കർ സ്ഥലത്തിന്, 1 ഏക്കർ ഭൂമിക്ക് 500 മുതൽ 600 മില്ലിയാണ് നമ്മൾ അഗ്രി ഹ്യൂമിക് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അത് 180 ലിറ്റർ വെള്ളം, 1 ഏക്കർ ആണെങ്കിൽ 80 ലിറ്റർ വെള്ളം, അത് എപ്പോഴും മനസ്സിൽ വെക്കുക. 1 ഏക്കറിന് 80 ലിറ്റർ വെള്ളം, അതിനകത്തേക്ക് 500 മുതൽ 600 മില്ലി അഗ്രി ഹ്യൂമിക് മിക്സ് ചെയ്തിട്ട് അത് മണ്ണിൽ സ്പ്രേ ചെയ്യാം. എന്നിട്ട് 3 ദിവസം അത് അങ്ങനെ വിടുക. 4ാമത്തെ ദിവസം നിങ്ങളിത് ട്രാക്ടർ ഉപയോഗിച്ച് കൂട്ടുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും. എത്ര ഹാർഡായിട്ടുള്ള കൃഷിഭൂമി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉഴുതെടുക്കാൻ പറ്റും. മാത്രമല്ല മണ്ണിലെ ഓക്സിജൻ കണ്ടന്റ് കൂട്ടും. സോയിൽ പൊറോസിറ്റി എന്ന് പറയും. വേരുകൾക്ക് സഞ്ചരിക്കാനുള്ള സ്പേസ് ഉണ്ടാവും. മണ്ണിലെ വളർച്ചയെ പരിപോഷിപ്പിക്കും. മണ്ണ് വളരെ സോഫ്റ്റ് ആക്കും. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് വേരുകൾക്ക് വളരാൻ സഹായിക്കും. നമുക്ക് ചെടി നടാൻ ഈസി ആയിരിക്കും. ഒരിക്കലും മണ്ണ് ഹാർഡാണ്. അതോടൊപ്പം മണ്ണിന്റെ pH മൂല്യം മെയിൻറ്റെയിൻ ചെയ്യും. മണ്ണിന്റെ ആസിഡ് ആൽക്കലൈൻ നേച്ചർ മാറ്റിയിട്ട് മണ്ണിന്റെ സ്വാഭാവികതയിൽ കൊണ്ടുവരും. മണ്ണിന്റെ സ്ട്രക്ചർ നിലനിർത്തും. പോളിയർ അപ്ലിക്കേഷൻ, ചെടിക്ക് നമ്മൾ വളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും മണ്ണിൽ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇലയിലൂടെയും അതിന് വളത്തിനെ, പോഷകങ്ങളെ അബ്സോർവ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം, വളരെ കുറച്ച് വളം ഉപയോഗിക്കാൻ എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം ഫോളിയർ അപ്ലിക്കേഷൻ ആണ്. അതായത് ചെടിയുടെ ഇലയിൽ തളിച്ചു കൊടുക്കുക. ചെറിയ ചെടികൾക്കൊക്കെ അത് പറ്റുള്ളൂ, വലിയ പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ മണ്ണിൽ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഫോളിയർ അപ്ലിക്കേഷൻ, ഇപ്പൊ നെല്ല്, പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, ഇതുപോലുള്ള സംഗതികളൊക്കെയാണ് നിങ്ങൾക്ക് ഫോളിയർ അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അതിൽ 1 ലിറ്റർ സൊല്യൂഷൻ, 1 ലിറ്റർ വെള്ളം എടുക്കുക. അതിനകത്തേക്ക് ലിക്വിഡ് വളങ്ങളോ അല്ലെങ്കിൽ ലിക്വിഡ് വളമാണല്ലോ ഫോളിയർ അപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ആ ലിക്വിഡ് വളങ്ങൾ ചേർക്കുക. അതിന്റെ കൂടെ ബേസ് ആയിട്ട് എന്ത് ചെയ്യുക, 2 മുതൽ 4 ml അഗ്രി ഹ്യൂമിക് ചെയ്യുക. ഓർക്കേണ്ട ഒരു കാര്യം, ഏത് അഗ്രി പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് അഗ്രി 82 ഉപയോഗിക്കണം. അഗ്രി 82 എല്ലാത്തിനും കോമൺ ആണ്. അതായത് വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ മാറിയാൽ മാത്രമേ ബാക്കിയെല്ലാം നടക്കുള്ളൂ. അതുകൊണ്ട് അഗ്രി 82 കോമൺ ആണ്. അതെല്ലാം എന്തുപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ കൂടെ ഉപയോഗിക്കണം. പ്ലസ് അഗ്രി ഹ്യൂമിക് നിങ്ങൾക്ക് വളങ്ങൾ ചേർക്കുമ്പോഴേ ആവശ്യമുള്ളൂ. കീടനാശിനിയുടെ കൂടെ നിങ്ങൾ അഗ്രി ഹ്യൂമിക് ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. ചെടിക്ക് അത്യാവശ്യം ന്യൂട്രിയൻസ് കിട്ടും, അതിന്റെ പ്രതിരോധ ശേഷി കൂടും. പക്ഷെ അത് കമ്പൽസറി അല്ല, പക്ഷെ ചേർത്താൽ നല്ലത്. അപ്പോൾ ബേസ് പ്രോഡക്റ്റ് ആണ് ഇത് രണ്ടും, അഗ്രി ഹ്യൂമിക്കും അഗ്രി 82. അപ്പോൾ സ്പ്രേ ആപ്ലിക്കേഷന് 1 ലിറ്ററിന് 2 മുതൽ 4 മില്ലിയാണ് ചേർക്കേണ്ടത്. കൂടുതൽ പെട്ടെന്ന് വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അമിത ഭക്ഷണം കഴിച്ചാൽ എന്താണോ സംഭവിക്കുക അതാണ് സംഭവിക്കുക. അതുകൊണ്ട് അങ്ങനെ ചേർക്കരുത്. ചിലർക്ക് പാലക്കാടൊക്കെ അങ്ങനെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്. പെട്ടെന്നൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് കൂടുതൽ കഴിച്ചു. ഇപ്പൊ കഴിച്ചത് പോരും എന്നുള്ള സംശയം തുടക്കത്തിലല്ലേ. അപ്പൊ ഇത് ഇത്ര കുറഞ്ഞ എമൗണ്ട് മതി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തായാലും കൃഷി മോശമാവണ്ടെന്ന് കരുതി കൂടുതൽ കഴിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ചെടിയുടെ ക്ലോറോഫിൽ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും, അതിന്റെ വളർച്ച കൊടുക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഓവർ ഡോസേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 ലിറ്ററിന് 2 മുതൽ 4 മാക്സിമം 4 മിനിമം 2 ഇത്ര ഉപയോഗിച്ചാൽ. അപ്പൊ അഗ്രി ഹ്യൂമിക്കിന്റെ പർപ്പസ് മനസ്സിലാക്കി പ്രധാനമായിട്ടും മണ്ണിനെ കണ്ടീഷൻ ചെയ്യുക, ചെടിക്ക് പ്രതിരോധശേഷി കൊടുക്കുക, മണ്ണിലെ സൂക്ഷ്മജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുക, മണ്ണിനെ സോഫ്റ്റ് ആക്കുക, അതുപോലെ ചെടിക്കുള്ള സ്വാഭാവിക പ്രതിരോധശേഷി കൊടുക്കാൻ സഹായിക്കുക. ഇതൊക്കെയാണ് അഗ്രി ഹ്യൂമിക് ചെയ്യുന്നത്.
ജീവാണുക്കളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. ഓക്കെ, അപ്പൊ ഇതിന്റെ യൂസേജ് ഞാൻ പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ചോദിക്കാവുന്നതാണ്. ഇതെല്ലാം മൊബൈലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അതിന്റെ യൂസേജ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. അഗ്രി 82 ബേസ് ആയിട്ട് ഉപയോഗിച്ചു, അതിന്റെ കൂടെ അഗ്രി ഹ്യൂമിക് ഉപയോഗിച്ചു. ഇനി അതിന്റെ കൂടെ വേണം ബാക്കി ഇനി വരാൻ പോകുന്ന പ്രോഡക്റ്റിന് ഉപയോഗിക്കാൻ. അഗ്രി ബയോ ഫംഗിസൈഡ് ഇത് ചെടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു ചെടിയെ ഫംഗസ് ആക്രമിക്കാതിരിക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഇത് നാച്ചുറൽ ആണ്, ഏതെങ്കിലും തരത്തിലുള്ള പോയിസൺ ആയിട്ടുള്ള സംഭവമല്ല. അഗ്രി ബയോ ഫംഗിസൈഡ് അത് ഗ്രാനുവൽ രൂപത്തിലാണ് വരിക. അത് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കണം, എന്നിട്ട് വേണം ഉപയോഗിക്കാൻ. അഗ്രി ബയോ ഫംഗിസൈഡ് ഇസ് എ യൂണിക് ഫോർമുലേഷൻ ഓഫ് സിസ്റ്റമിക് ആൻഡ് കോൺടാക്ട് ഓർഗാനിക് ഫംഗിസൈഡ്. ഓർഗാനിക് ഫംഗിസൈഡ് ആണ്. ഇത് പ്രവർത്തിക്കുന്ന രീതി വളരെ വിചിത്രമാണ്. ഇറ്റ് മൾട്ടിപ്ലൈസ് ഫാസ്റ്റ് ഓൺ റൂട്ട് എക്സുഡേറ്റ്സ്, പ്രൊഡ്യൂസസ് ആന്റിബയോട്ടിക്സ് ആൻഡ് എൻസൈംസ് ദാറ്റ് കിൽസ് ദി പാത്തോജൻസ്. ഇത് സ്വയം ആന്റിബയോട്ടിക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ വേരുകൾ എന്ത് വെച്ചാൽ അതിനെ ആകെ വരിഞ്ഞു നോക്കും. എന്നിട്ട് ആ മൈക്രോബ്സ് പാത്തോജനകത്തുള്ള ന്യൂട്രിയൻസിനെ ഇത് വലിച്ചെടുക്കും, ഫലത്തിൽ അതിനെ വളമാക്കി മാറ്റും, എന്നിട്ട് അതിനെ നശിപ്പിച്ചു കളയും. അപ്പം തികച്ചും നാച്ചുറൽ ആയിട്ടാണ് ഈ സംഭവം ഫംഗസിനെ അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള സംഗതികൾ നശിപ്പിക്കുന്നത്. റൈസോഫിയർ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ എന്താ പറയാ, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്ന ആ ഒരു തട്ടിനെയാണ് നമ്മൾ റൈസോഫിയർ എന്ന് പറയുന്നത്. റൈസോഫിയർ ആണ് വർക്ക് ചെയ്യുക. ഇറ്റ് ഗ്രോസ് ഫാസ്റ്റ് ആൻഡ് കോയിൽ സറൗണ്ടിങ്. കണ്ടോ, അത് പ്രവർത്തിക്കുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രോസ് ഫാസ്റ്റ് ആൻഡ് കോയിൽ സറൗണ്ടിങ് ദി പാത്തോജൻ. അത് ഫംഗസിനെ അങ്ങോട്ട് പൊതിയും, എന്നിട്ട് അതിന്റെ സെല്ലിൽ നിന്നും പോഷകങ്ങളെ വലിച്ചെടുക്കും. അപ്പോൾ ചെടിക്ക് കൂടുതൽ പോഷകങ്ങൾ കിട്ടുകയും ചെയ്തു, അതിന്റെ ശത്രു നശിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ വളരെ നാച്ചുറൽ ആയ രീതിയിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇത് നമ്മുടെ ക്രോപ്സിനൊന്നും ഉണ്ടാക്കുന്നില്ല, ഫ്രൂട്ട്സിന് ഉണ്ടാക്കുന്നില്ല. ഇതുപോലെയുള്ള ഫംഗൽ എഫക്ട്, ഇതൊക്കെ ഫംഗൽ എഫക്റ്റ് ആണ്. പഴങ്ങളിൽ ബാധിക്കുന്ന, ഇലകളിൽ ബാധിക്കുന്ന, വേര് ചെയ്തൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഈ ഫംഗിസൈഡ് അഗ്രി 82ന്റെ കൂടെയും അഗ്രി ഹ്യൂമിക്കിന്റെ കൂടെയും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അതിന്റെ പ്രൊപ്പോർഷനൊക്കെ അത് അതാതിന് പറഞ്ഞ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഡോസേജ് എങ്ങനെയാണെന്ന് നോക്കാം. സീഡ് ട്രീറ്റ്മെന്റ്, വിത്തുകൾ പൂത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് 1 കിലോഗ്രാം വിത്തിന് 10 മുതൽ 15 ഗ്രാം ബയോ ഫംഗിസൈഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിന്റെ കൂടെ നേരത്തെ പറഞ്ഞത് ഓർക്കുക, 1 കിലോഗ്രാം വളം നനയാനായിട്ട് എത്ര ലിറ്റർ വെള്ളം വേണം നോക്കുക. അതിനനുസരിച്ച് അഗ്രി 82 അഗ്രി ഹ്യൂമിക്കും ചേർത്തിട്ട് വേണം ഇത് ചേർക്കാൻ. അതിനുശേഷം അതിനകത്ത് ആ വിത്ത് നനച്ചു വയ്ക്കുക. അരമണിക്കൂർ എത്രയാണ് അതിന്റെ ഡ്യൂറേഷൻ, അത് കഴിഞ്ഞിട്ട് വിതയ്ക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് കുതിർത്ത് വെച്ച വിത്ത് ഇന്ന് തന്നെ വിതയ്ക്കണം, നാളത്തേക്ക് വയ്ക്കരുത്. റൂട്ട് ഡിപ്പിംഗ്, നേരത്തെ പറഞ്ഞ പോലെ വേരിലും ഫംഗസ് അറ്റാക്ക് ഉണ്ടാവും. അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഗ്രി 82 അഗ്രി ഹ്യൂമിക്കും ചേർത്തിട്ട് അതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളത്തിന് 10 മുതൽ 15 ഗ്രാം അഗ്രി ബയോ ഫംഗിസൈഡ് നമ്മൾ ചേർക്കണം. ഇത് ഗ്രാനുവൽ രൂപത്തിലാണ് ആ ഗ്രാം കണക്കിൽ പറയുന്നത്. അതെങ്ങനെ മെഷർ ചെയ്യുമെന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ നിങ്ങൾ ഒരു സർട്ടൻ ക്വാണ്ടിറ്റി ചെറിയൊരു ഗ്ലാസ്സിൽ മെഷർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്വാണ്ടിറ്റി അറിയാം. അത് ഒരു തവണ മെഷർ ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു ക്വാണ്ടിറ്റി ആണ്. ഫോളിയർ സ്പ്രേ, അതായത് ഇലകളിൽ തളിക്കാനുള്ള പർപ്പസിനാണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിന് 15 മുതൽ 20 ഗ്രാം ആണ് ഫംഗിസൈഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പയർ വർഗ്ഗങ്ങൾക്കൊക്കെ ആണെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിന് 30 മുതൽ 40 ഗ്രാം ഉപയോഗിക്കണം. പയർ, ബീൻസ്, അതുപോലുള്ള സംഗതികളൊക്കെ അത്തരം സംഗതികളിലാണ് നിങ്ങൾ തളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 15 ലിറ്ററിന് 30 മുതൽ 40 ഗ്രാം വരെയാണ് ഇത് ഉപയോഗിക്കുന്നത്. സോയിൽ ട്രീറ്റ്മെന്റ്, മണ്ണിൽ ഈ പറഞ്ഞ അണുക്കൾ വളരുക, ഫംഗസ് വളരുക, ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ഇല്ലാതാക്കേണ്ടതെങ്കിൽ ഒരു ഏക്കറിന് 2 കിലോഗ്രാം ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി അഗ്രിമോസ്, ഇതൊരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ചെടിക്ക് ഏറ്റവും കൂടുതൽ മാക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് അഗ്രിമോസ്. ഇത് പ്രധാനമായിട്ടും ചെടികൾ പൂവിടുന്ന സമയത്ത്, അതുപോലെ കായിടുന്ന സമയത്തൊക്കെയാണ് ഇത് ആവശ്യമായിട്ട് വരിക. ആ സമയത്ത് ചെടിക്ക് ആവശ്യമായ ഏറ്റവും കൂടുതലുള്ള
പോഷകങ്ങൾ, അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മ കഴിക്കേണ്ട ഭക്ഷണം പറയുന്നത്, അതുപോലെ ചെടി പുഷ്പിണിയാവുന്ന സമയത്ത് അല്ലെങ്കിൽ പുഷ്പിണി ആവാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഫ്രൂട്ട്സ് തരാൻ പോകുന്ന സമയത്ത് അതിന് വേണ്ട ഏറ്റവും നല്ല പോഷകങ്ങളാണ് നമ്മൾ അഗ്രിമോസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തിനൊക്കെ സഹായിക്കും? അഗ്രിമോസ് ഇംപ്രൂവ് പ്ലാന്റ്സ് ഫെർട്ടിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ പ്രോസസിംഗ് പ്ലാന്റ്സ്. ചെടിയുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതിന്റെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യും. മണ്ണിൽ നിന്ന് പോഷകങ്ങളെ വലിച്ചെടുക്കാൻ അതിനെ സഹായിക്കും. മാത്രമല്ല ഇതിനകത്ത് തന്നെ അതിനകത്ത് ആവശ്യമുള്ള വിറ്റഡ് ആയിട്ടുള്ള പോഷകങ്ങൾ. ഇറ്റ് റെഡ്യൂസസ് ഡ്രോപ്പിംഗ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇടയ്ക്ക് വെച്ചത് പാകമാകുന്നതിന് മുമ്പ് പൂക്കളും അതുപോലെ കായ്കളും കൊഴിഞ്ഞു പോകുന്നത് തടയാൻ സഹായിക്കും. പൂക്കൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പൂക്കളാണ് പിന്നീട് അത് കായ്കളായി മാറുന്നത്. പൂക്കൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പഴങ്ങൾ കുറയും. അതുപോലെ കായും ഇടയ്ക്ക് വെച്ച് കൊഴിഞ്ഞു പോയാൽ നമുക്ക് ഫലം കുറയും. അപ്പൊ അതിന്റെ സാധ്യത ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. ആ പൂക്കളെല്ലാം തന്നെ കായായി മാറുന്നുണ്ടാവും. അതുപോലെ കൂടുതൽ പൂക്കാൻ പൂച്ചെടികൾ പൂക്കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വണ്ടർഫുൾ റിസൾട്ട് തരും. കൂടുതൽ ബഡ്സ് ഉണ്ടാവാൻ, കൂടുതൽ അതിന്റെ എന്താ പറയാ മൊട്ടുകൾ ഉണ്ടാവും, കൂടുതൽ പൂക്കൾ ഉണ്ടാവും. ആ പൂ തന്നെ കൊഴിഞ്ഞു പോകാതിരിക്കുന്നവർക്ക് കൂടുതൽ വിളവ് കിട്ടും. അതേപോലെ തന്നെ കായ്ഫലം ഉണ്ടാവുന്നില്ല, അതിൽ പൂക്കൾ ഉണ്ടായിട്ടാണോ കായ് ഉണ്ടാവുക. അപ്പൊ പൂച്ചെടികൾക്കും മറ്റ് ഫലവർഗ്ഗങ്ങൾക്കും എല്ലാം തന്നെ നെല്ലിന് ഉപയോഗിക്കണം. കാരണം നെല്ല് ആദ്യം പൂവില്ലേ നെല്ലായിട്ട് മാറും. അപ്പൊ ആ ഫ്ലവർ അത് ഉപയോഗിക്കേണ്ടത് പൂക്കുന്നതിന്റെ 10 ദിവസം മുമ്പ്. പൂട്ട് അല്ലെങ്കിൽ കായ് വന്നതിന് ശേഷം പൂച്ചെടിയാണെങ്കിൽ പൂട്ട് പിന്നീട് 10 ദിവസം കഴിഞ്ഞിട്ട്. കായ്കൾക്കാണ് നമുക്ക് കായ് ആവുന്നതിന്റെ 10 ദിവസം മുമ്പ്, അങ്ങനെ കായ്ച്ചതിന് ശേഷം 10 ദിവസം, 10 മുതൽ 15 ദിവസത്തിന് ശേഷം. ഇതാണ് തളിക്കേണ്ട സമയം. വെജിറ്റബിൾസിന് 1 ലിറ്റർ വെള്ളത്തിന് 20 മുതൽ 20 ml ആണ് 15 ലിറ്റർ വെള്ളത്തിന് ഉപയോഗിക്കുന്നത്. 15 ലിറ്റർ സൊല്യൂഷനില് 20 മില്ലി വേണം ഇത് ചേർക്കാനായിട്ട്. അവിടെ ഓർക്കുക, ബേസ് ആയിട്ട് എന്തൊക്കെ ഉപയോഗിക്കണം? അഗ്രി 82, അഗ്രി ഹ്യൂമിക് ഉപയോഗിക്കണം. അതിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് അഗ്രിമോസ് ഉപയോഗിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും അഗ്രി ഗോൾഡും അഗ്രി മോസും കമ്പൈൻ ചെയ്യാൻ പാടില്ല. രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഫ്ലവേഴ്സിന് പൂച്ചെടികൾക്കാണെങ്കിൽ 15 ലിറ്ററിന് 20 മില്ലിയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. വലിയ പഴവർഗ്ഗങ്ങൾ ഉണ്ടാകും, ഫ്രൂട്ട് ആൻഡ് ബിഗർ ക്രോപ്സ്, വലിയ തോതിലുള്ള ഫലവൃക്ഷങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് 15 ലിറ്ററിന് 30 മുതൽ 35. ഇപ്പം വെള്ളരി, അതുപോലെ പഴവർഗ്ഗങ്ങളാണെങ്കിൽ മാതളം, ഇതുപോലുള്ള സംഗതികളൊക്കെ ആണെങ്കിൽ നമ്മൾ 30 മുതൽ 35 ml ആണ് 15 ലിറ്ററിന് ഉപയോഗിക്കുന്നത്. പച്ചക്കറികളാകുമ്പോൾ ചെറിയ ചെറിയ കായകളായിരിക്കും, അപ്പൊ അതിന് നമുക്ക് 20 ml മതി. ഇതിന്റെ ബെസ്റ്റ് ടൈം, യൂസ് ചെയ്യേണ്ട ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു, പൂവിടുന്നതിന്റെ 10-15 ദിവസം മുമ്പ്, അതുപോലെ പൂത്ത് കഴിഞ്ഞിട്ട് 10-15 ദിവസം കഴിഞ്ഞു, അതുപോലെ കായ് ഫലം വന്നതിന് 10-15 ദിവസം കഴിഞ്ഞു. 2 തവണ നമുക്ക് ഉപയോഗിക്കാം. ഇതും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കും. അഗ്രി നാനോടെക് സൂക്ഷ്മ പോഷകങ്ങൾ. മോസ് നമുക്ക് തരുന്നത് അത്യാവശ്യം പോഷകങ്ങളെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ശേഷിയാണെങ്കിൽ, മാത്രമല്ല അത്യാവശ്യം പോഷകങ്ങളുണ്ട്. നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫുഡ് സപ്ലിമെന്റ്സിൽ നോനി ഉപയോഗിക്കുന്നത്. നോനിയിൽ സ്വാഭാവികമായിട്ട് കുറെ ന്യൂട്രിയൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ മേജർ റോൾ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പ്രോസസ് ചെയ്ത് ഡൈജഷൻ ഇമ്പ്രൂവ് ആക്കി അതിനകത്തുള്ള പോഷകങ്ങളെ അബ്സോർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്. ഇതേ റോളാണ് ഇവിടെ അഗ്രിമോസും എടുക്കുന്നത്. അഗ്രി നാനോടെക് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പോഷകങ്ങൾ, വൈറ്റമിൻ മിനറൽസ് എന്നൊക്കെ പറയുന്ന പോലെ സൂക്ഷ്മവും, മണ്ണിന് ചെടിക്ക് വേണ്ട അയൺ, കോപ്പർ, സിങ്ക്, ബോറോൺ, കാൽഷ്യം, ഇങ്ങനെ കുറെ സംഗതികളുണ്ട് ചെടിക്ക് കിട്ടുന്നത്. അത്തരത്തിലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ കിട്ടാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് അഗ്രി നാനോടെക്. അതിന്റെ പേരിൽ തന്നെയാണ് നാനോടെക്. മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള ജൈവാവസ്ഥ നിലനിർത്താൻ, അതിന്റെ പോഷക മൂല്യം വർദ്ധിപ്പിക്കാൻ, മണ്ണിന്റെ ജൈവ സമ്പുഷ്ടമാക്കാനൊക്കെയാണ് സഹായിക്കുക. സോയിൽ ഫെർട്ടിലിറ്റി, പ്ലാന്റിന്റെ ചെടിയുടെ സ്വാഭാവികമായ വളർച്ച, ത്വരിതഗതിയിലുള്ള വളർച്ച, പിന്നെ അതിന്റെ സ്ട്രെങ്ത്, എല്ലാ കാലാവസ്ഥയോടും മല്ലിട്ട് നിന്ന് ചെടിക്ക് നിലനിൽക്കാനുള്ള ശേഷി. സ്വാഭാവികം നമുക്കറിയാം, പോഷകങ്ങൾ കിട്ടുമ്പോഴാണ് ഉണ്ടാവുക. നമുക്ക് രോഗം വരുന്നപ്പോഴാണ്, ഒരു ശേഷി കുറയുമ്പോഴാണ്.
അല്ലെങ്കിൽ ക്ഷീണമൊക്കെ തളർച്ചയൊക്കെ അനുഭവപ്പെടുന്നപ്പോഴാണ് പോഷകങ്ങൾ കിട്ടാറില്ല. ഈ സൂക്ഷ്മ പോഷകങ്ങൾ കിട്ടുമ്പോൾ ചെടികൾക്ക് അതിന്റെ സ്വാഭാവികമുള്ള പ്രതിരോധ ശേഷിയും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടാവും. പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ്, അതായത് പോസ്റ്റ് ഹാർവെസ്റ്റ് പീരീഡ്, ഒരു ഫലവൃക്ഷങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു വിളവെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ആ വിള കൂടുതൽ കാലം കേടുവരാതെ വാടിപ്പോവാതെ കാത്തു സൂക്ഷിക്കാനും കൂടെ ഈ പറയുന്ന അഗ്രി നാനോടെക് ഉപയോഗിക്കുകയാണെങ്കിൽ സാധിക്കും. അഗ്രി നാനോടെക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വിളകൾ നമുക്ക് അത്ര പെട്ടെന്ന് വാടി ഇതിന്റെ ഉപയോഗം എല്ലാ തരത്തിലുള്ള വിളകൾക്കും, പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും തെങ്ങോ റബ്ബറോ എന്തിനും നമുക്ക് ഉപയോഗിക്കാം. അതായത് എല്ലാത്തിനും സൂക്ഷ്മ പോഷകങ്ങൾ വേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ ചെടിക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. വെജിറ്റബിൾസിന് ഉപയോഗിക്കുമ്പോൾ 15 ലിറ്റർ വെള്ളത്തിന് 15 മുതൽ 20 ഗ്രാം ആണ് ഉപയോഗിക്കുന്നത്. ഗ്രാമിൽ രൂപത്തിലാണ് വരിക, വെള്ളത്തിൽ മിക്സ് ചെയ്യണം. ഫ്രൂട്ട്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് 10 മുതൽ 15 ഗ്രാം, 15 ലിറ്ററിന് 10 മുതൽ 15 ഗ്രാം ആണ് ഉപയോഗിക്കുന്നത്. പൂക്കളിലാണെങ്കിൽ 15 ലിറ്ററിന് 10 മുതൽ 15 ഗ്രാം യൂസ് ചെയ്യാം. ധാന്യങ്ങൾ, ഇപ്പം നെല്ല്, ഗോതമ്പ് ഇതുപോലുള്ള സംഗതികളൊക്കെ ആണെങ്കിൽ നമ്മൾ 15 ലിറ്ററിന് 30 മുതൽ 40 ഗ്രാം ഉപയോഗിക്കാം. ഓക്കെ, ഇതിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായാലോ? ചെടികൾക്ക് വേണ്ട സൂക്ഷ്മ പോഷകങ്ങൾ. ഇത് ഫോളിയർ അപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അഗ്രി 82യും അഗ്രി ഹ്യൂമിക്കും മിക്സ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഈ പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ അളവിൽ അഗ്രി നാനോടെക്കും ചേർത്ത് നിങ്ങൾക്ക് അതിന്റെ ഇലകളിൽ കഴിച്ചു കൊടുക്കുന്നതാണ്. ചെടി നന്നായിട്ട് വളരും. ശ്രദ്ധിക്കേണ്ടത് ഓവർ ഡോസ് ആവരുത്. പ്രൊഡക്റ്റാണ് അഗ്രി ഗോൾഡ്. ഇതൊരു ഫാന്റാസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. എന്താ പറയാ, ഒരു ചെടികളുടെ മൃതസഞ്ജീവനി എന്ന് നമുക്കിതിനെ വിളിക്കാം. മൈക്രോ ന്യൂട്രിയൻസ് ഇതിനകത്ത് ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ചെടിക്ക് അത്രമാത്രം പ്രതിരോധ ശേഷിയും എന്താ പറയുക സ്ട്രെങ്ത്തും നൽകുന്ന ഒരു സംഭവമാണ് അഗ്രി ഗോൾഡ്. It's a magical combination of bio-ingredients that helps the crop to increase its metabolic activities, growth and the secondary root formation. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ചെടിക്കിപ്പം പോഷകങ്ങൾ വലിച്ചെടുത്താലും അതിനെ ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, ചെടിയുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതെല്ലാം ഫലപ്രദമായി നടക്കാൻ ഇത് സഹായിക്കും. സെൽ ഗ്രോത്ത് ശരിയായ രീതിയിൽ ഉണ്ടാവും. നമ്മളിൽ സെൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് ചെടിയുടെ സെൽ ഗ്രോത്ത് പ്രോപ്പറായിട്ട് ഉണ്ടാകും. സെക്കൻഡറി റൂട്ട് ഫോർമേഷൻ ചില പ്രധാനമായിട്ട് ആ വെളുത്ത റൂട്ട്, ഇതാണ് പോഷകങ്ങളെ വലിച്ചെടുക്കുക. അതിനെ ത്വരിതപ്പെടുത്താൻ സഹായിക്കും. വളരെ പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാവും ഇതില്. ചെടി വളരെ പെട്ടെന്ന് വളരും. എല്ലാ തരത്തിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ, ഇപ്പൊ വരൾച്ച ആയിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ വളരെ കാറ്റ് സീസൺ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പം മഴക്കാലത്തൊക്കെയാണെങ്കിൽ നെൽപ്പാടങ്ങളൊക്കെ കുറച്ച് ദിവസം വെള്ളത്തിനടി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ പ്രയാസമാണ് നേരെ രൂപത്തിലാക്കാം. പക്ഷെ നിങ്ങൾ അഗ്രി ഗോൾഡ് ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ചെടി പഴയ പോലെ എഴുതിയിട്ടുണ്ടോ. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെയും സ്ട്രെസ്സിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ ചെടിക്ക് അഗ്രി ഗോൾഡ് ശക്തി നൽകും. പിന്നെ ചെടിയുടെ ഈൽഡ് വർദ്ധനവ്, നോർമലി നിങ്ങൾ ചെയ്യുന്ന വിളവിനേക്കാൾ, നിങ്ങൾ എടുക്കുന്ന വിളവിനേക്കാൾ കൂടുതൽ വിളവ് ഇത് തരുന്നതാണ്. അത്തരത്തിലുള്ളൊരു വലിയൊരു ഈൽഡ് ഗ്രോത്ത് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെടിയുടെ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് പീരീഡ് കൂട്ടാൻ അഗ്രി ഗോൾഡ് ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാ ചെടിക്കും നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടതാണ്. ചെടിയുടെ പ്രതിരോധശേഷി കൂട്ടാൻ, അതിനുവേണ്ടി ആവശ്യമായ എല്ലാ പോഷകങ്ങളും കൊടുക്കാനായിട്ട്, പിന്നെ റൂട്ട് ഫോർമേഷന് വേണ്ടിയിട്ട് എല്ലാം ഇത് സഹായിക്കും. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഫോളിയർ സ്പ്രേ എന്ന് വെച്ചാൽ ഇതിന്റെ ഇലകളിൽ തളിച്ചുകൊടുക്കുന്നത്, പ്രധാനമായിട്ടും നെൽച്ചെടി, പച്ചക്കറിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. 1 ലിറ്റർ വെള്ളത്തിന് 1 മുതൽ 2 ഗ്രാം ആണ്. ഒരു ഏക്കറിൽ എത്ര ലിറ്റർ വേണ്ടി വരും എന്ന് ആലോചിക്കാം. സിമ്പിൾ ആയിട്ട് ഒരു സ്പ്രേ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം എടുക്കും? 15 ലിറ്റർ ആണെങ്കിൽ 30 മില്ലി അഗ്രി ഗോൾഡ് ഉപയോഗിക്കുക. എന്നിട്ട് സ്പ്രേ ചെയ്യുക. അത് തീർന്ന ശേഷം വീണ്ടും 15 ലിറ്റർ നിറയ്ക്കുക. 30 ml അഗ്രി ഗോൾഡ്, 15 മുതൽ 30 ml വരെ അഗ്രി ഗോൾഡ് ചേർക്കാൻ പറ്റും. പിന്നെ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടത് ബേസ് ആയിട്ട് എന്ത് ചേർക്കണം? അഗ്രി 82 അഗ്രി ഹ്യൂമിക്, അത് ബേസ് ആണ്. അതിന്റെ കൂടെ വേണം അഗ്രി ഗോൾഡ് ആണെങ്കിലും അഗ്രി മോസ് ആണെങ്കിലും അഗ്രി നാനോടെക് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. അവിടെ പ്രത്യേകം ഓർക്കേണ്ടത് അഗ്രി മോസും അഗ്രി ഗോൾഡും ഒരിക്കലും കമ്പൈൻ ചെയ്യരുത്, ഒരേ സമയം
അഗ്രി മോസ് നമ്മൾ പറഞ്ഞ പർട്ടിക്കുലർ ടൈം ഫ്ലവറിംഗ് ടൈം. ഡ്രിപ്പ് ഇറിഗേഷനിലാണെങ്കിൽ ഒരു ഏക്കറിൽ 100 മുതൽ 200 ഗ്രാം ആണ് നമ്മൾ അഗ്രി ഗോൾഡ് ഉപയോഗിക്കേണ്ടത്. ഇത്രയും പ്രോഡക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അഗ്രി ബയോ ഫംഗിസൈഡ് ചെടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ, അഗ്രി ഹ്യൂമിക് മണ്ണിനെ കണ്ടീഷൻ ചെയ്യാൻ, പിന്നെ അഗ്രി മോസ്, അഗ്രി നാനോടെക്, അഗ്രി ഗോൾഡ് ചെടികളുടെ പോഷകം ആവശ്യം നിറവേറ്റാൻ, അഗ്രി 82 ഇതിന്റെ എല്ലാം പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യാൻ. ഇതെല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്ത് നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് രാസവളം ഇല്ലാതെ തന്നെ കൃഷി ചെയ്യാൻ പറ്റും. ഏതായാലും 1, 2, 3 വർഷം നിങ്ങൾ ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോഴേക്കും മണ്ണ് അതിന്റെ സ്വാഭാവിക നില കൈവരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എക്സ്പേർട്സുകളൊക്കെ പറയുന്നത് ഇന്നത്തെ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ മണ്ണിന്റെ സ്വാഭാവിക രീതി വീണ്ടെടുക്കണമെങ്കിൽ 20 വർഷമെങ്കിലും ജൈവ കൃഷി ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ നമ്മൾ ഈ രീതിയിൽ ഒരു കൃഷി തുടങ്ങുന്ന എനിക്ക് തോന്നുന്നു ഒരു 2 to 3 ഇയേഴ്സിനുള്ളിൽ നമ്മളെ മണ്ണിനെ അതിന്റെ സ്വാഭാവിക ഘടനയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. അതിന് സഹായിക്കുന്ന ഒരു കൃഷി രീതിയാണിത്. തുടക്കത്തിൽ നിങ്ങൾ കുറച്ച് രാസവളത്തിന്റെ കൂടെ ഇത് ഉപയോഗിക്കാം. പയ്യെ രാസവളത്തിന്റെ അളവ് കുറച്ച് കൊണ്ടുവരിക. ജൈവവളം ചേർക്കാൻ പറ്റുകയാണെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഇത് മാത്രം ഉപയോഗിച്ചാൽ നല്ലതാണ്.